ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ ഈ ഒരു അനിമേഷൻ ഇൻഡസ്ട്രിയിലോട്ട് പുതിയതായിട്ട് കയറാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ 2004 ആ ഒരു കാലഘട്ടത്താണ് ഞാൻ അനിമേഷനൊക്കെ പഠിക്കുന്നത്. അപ്പം ആക്ച്വലി നമുക്ക് മായൊക്കെ തുടങ്ങി മീൻസ് അത് വരുന്നതൊക്കെ ഉള്ളൂ 2002 2004 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ മായൊക്കെ ജസ്റ്റ് നമ്മുടെ ഒരു കേരളത്തിലൊക്കെ വളരെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 3D മാക്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി നമുക്ക് ട്രെയിനിങ് തരുന്ന ആൾക്കാർക്കും ഇത് പഠിച്ചിട്ട് വേണം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് വർക്ക് ചെയ്താൽ, അനിമേഷൻ കമ്പനീസിൽ പോയിട്ട് വർക്ക് ചെയ്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമുക്ക് പിന്നെ ഒന്നും കൂടെ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ആദ്യം മുതലേ പഠിച്ചു വരുമ്പോൾ നമുക്കൊരു 6 മന്ത് സമയം നമുക്ക് എടുക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏകദേശം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഒരു നോളേജ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്കത് ആവശ്യത്തിനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ പോയി ഒന്ന് പോളിഷ് ചെയ്തിട്ട് ആ ഒരു വർക്ക് ഫ്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MMCH, മിക്കി മൗസ് ക്ലബ് ഹൗസ്, അല്ലെങ്കിൽ ടാങ്കിൾഡ് അതിൻ്റെ സീരീസോ അങ്ങനെ എന്തെങ്കിലും മീൻസ് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ എപ്പിസോഡിക്ക് അങ്ങനെയുള്ള ആ ഒരു ഷോർട്ടിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, അനിമേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ഫ്ലോയും നിങ്ങൾക്ക് ബാക്കി 12 പ്രിൻസിപ്പിൾസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്കതൊരു ഒരു സ്ട്രഗ്ലിങ് പീരീഡ് തന്നെ ആയിരുന്നു. നമുക്കൊരു ഏകദേശം ഒരു 6 മാസം നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. അപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഒരു കമ്പനി പോയിട്ട് ഞാനിപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടാണ് പോയത്. അനിമേഷൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത്യാവശ്യത്തിന് കുറേ ട്രീയും കുറേ മരങ്ങളും എല്ലാം വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. അങ്ങനെ എന്തോ ഒരു സംഭവം, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് ഇരുന്ന ഒരു 4 പേരിൽ ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ല നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ നിങ്ങൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയക്കകത്ത് വേണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ആക്ച്വലി നമ്മൾ അപ്പോഴാണ് അറിയുന്നത് അങ്ങനെയാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതേപോലത്തെ നോളേജ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നിങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അക്കാഡമിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, മിക്കവാറും എല്ലാ അക്കാഡമീസിലും എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത മിക്കവാറും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു നോളജ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് ആണ് എനിക്ക് പഠിക്കേണ്ടത്. എനിക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും എടുത്ത് പഠിക്കുക. ഇപ്പം അല്ല, വെറുതെ എനിക്ക് ഇത്രയും ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി വേണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാഫിക് ഡിസൈൻ എടുത്ത് പഠിക്കുക. പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ VFXും അനിമേഷനും ആണെങ്കിൽ കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്കിതിൽ സമയം സ്പെൻഡ് ചെയ്യണം, എനിക്കിതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. ഞാൻ ഒരു നാൾ ചിലപ്പോൾ ഒരു ഡയറക്ടർ ആവാം, ഒരു VFX ആർട്ടിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അനിമേറ്ററായിട്ട് ജോലി ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഫിലിം ഡയറക്ടർ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി എല്ലാം പഠിച്ചിരിക്കണം. ഗ്രാഫിക്സ് ഡിസൈൻ പ്ലസ് VFX പ്ലസ് അനിമേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾ ഗെയിമിംഗ് മേഖലയിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഇതെല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, ഇതെല്ലാം പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഗെയിമിംഗ് മേഖലയിലോട്ട് പോവുക. അല്ലാതെ ചെന്നോടെ നമുക്കൊരു ഗെയിം ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇതിനകത്ത് ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാണുന്ന നമ്മൾ സിനിമ ഫീൽഡിൽ കാണുന്ന ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാമർ നമ്മൾ അഭിനയിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതൊന്നും അല്ല, നല്ല ലൈറ്റൊക്കെ അടിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഔട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ആയിട്ടുള്ളവർക്ക് ഏതൊരു രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ അനിമേഷനും VFXും. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. നമ്മളിപ്പം ഡ്രീം വർക്സിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടർമാരായിട്ടുള്ള മലയാളികളുണ്ട്, ഡിസ്നിയിൽ വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡിസ്നിയിലും ഡ്രീം വർക്സിലൊന്നും പോകാൻ പറ്റത്തില്ല, അല്ലേ? പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെക്കൊണ്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ VFX വർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ
എന്താണ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനുള്ളൊരു ടൈമാണ് അല്ലേ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഏതാണ് അക്കാഡമി, ആ ഒരു അക്കാഡമിയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ചോയ്സ് അവർ തരുന്നുണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അത് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് വേണ്ട സംഭവം, നിങ്ങൾക്ക് പറ്റുന്ന സംഭവം, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള സംഭവം നിങ്ങൾ ചൂസ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പൊതുവെ പറയാനുള്ളത്. സോ വെൽക്കം ടു ദിസ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഫോർ ദ ബിഗിനേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾ ഈ വാല്യുബിൾ ടൈം ഇത്രയും സമയം ഈ ഒരു കാര്യങ്ങൾ കേൾക്കാൻ സ്പെൻഡ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.